ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിച്ച് വേർതിരിച്ചതിനായിട്ട് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. ഇന്ന് ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന വിഷയം, വാടാത്ത കിരീടം ആർക്ക് ലഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് ചിന്തിക്കാം. കിരീടങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ 7 കിരീടങ്ങളാണ് കർത്താവ് വചനത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്. ഒന്നാമത്തേത് ക്രൗൺ ഓഫ് ലൈഫ്. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു. പിന്നെ ക്രൗൺ ഓഫ് റീജോയ്സിങ് 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 19 പറഞ്ഞിട്ടുണ്ട്. ക്രൗൺ ഓഫ് ഗ്ലോറി, മഹത്വത്തിൻ്റെ കിരീടം, പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് 5:4 പറഞ്ഞിരിക്കുന്നു. വീണ്ടും രക്തസാക്ഷികളുടെ ക്രൗൺ, മെറിറ്റസ് ക്രൗൺ, അത് റെവലേഷനിൽ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 9-ാം വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അനേകം കിരീടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 1 പത്രോസ് 5:4 പറയുന്നുണ്ട് വാടാത്ത കിരീടം, ഇംപെരിഷബിൾ ക്രൗണിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ക്രൗൺ ഓഫ് റൈറ്റസ്നെസ് 2 തിമോത്തി 4:5 പറയുന്നുണ്ട്. 5 മുതൽ 7 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയും. 6-ാമത്തെ കിരീടം എന്ന് പറയുന്നത് ഓവർകമേഴ്സ് ക്രൗൺ, റെവലേഷനിൽ വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൻ്റെ 11-ാം വചനത്തിലും പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കിരീടങ്ങളെക്കുറിച്ച് ദൈവം നമ്മെ പഠിപ്പിക്കുമ്പോൾ വാടാത്ത കിരീടം പ്രാപിക്കുവാൻ 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 24 പറയുന്നുണ്ട്. വാടാത്ത കിരീടത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. 1 പത്രോസ് 5:4 പറയുന്നുണ്ട്. 5:2 മുതൽ നമുക്ക് വായിക്കാം. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊള്ളുകയും നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായി ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, കാട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങി, എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. അപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ എത്തുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ നാം ഓരോരുത്തരും എടുക്കപ്പെടുകയും അവിടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഒരുക്കപ്പെടണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ഈ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കിരീടം പ്രാപിക്കുന്നവർ അധ്യക്ഷത ചെയ്യുന്നവനാണെങ്കിലും കർത്തൃത്വം നടത്തുന്നവനായിരുന്നെങ്കിലും ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി കർത്തൃത്വം നടത്തണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കണമെങ്കിൽ ഒന്നാമത് ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുന്നവരായിരിക്കണം. എല്ലാവരും തമ്മിൽ കീഴടങ്ങണം, താഴ്മ ധരിക്കണം. എന്നിട്ട് പിന്നെ പറയുന്നത് താഴ്മ ധരിച്ചു കൊള്ളുവീൻ. നിഗളം പാടില്ല. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. പിന്നെയോടെ ഒരു വചനം കൂടെ പറയുന്നുണ്ട്, നിർമ്മതരായിരിപ്പീൻ,
ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. അതുകൊണ്ട് പിശാച് എത്ര വലിയ ശ്രേഷ്ഠനായിരുന്നാലും, എത്ര വലിയ ഇടയനായിരുന്നാലും, എത്ര അധ്യക്ഷത വഹിക്കുന്നവനായിരുന്നാലും ആരെയും വീഴ്ത്തുവാൻ പിശാച് ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് ദൈവവചനത്തിൽ പറയുന്നു. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ഉണർന്നിരിക്കണം. പിന്നെ രണ്ടാമതായി പറയുന്നു, നിർമ്മതരായിരിക്കണം. നിർമ്മലതയോടെ ദൈവസന്നിധിയിൽ ഉണർന്നിരുന്ന്, ഉണർവെന്തിനു വേണ്ടി? പിശാച് എന്നെ വീഴ്ത്തുവാൻ ഇടയാകരുത്, അതുകൊണ്ട് ദൈവസാന്നിധ്യം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആത്മാവിൽ ഉണർവുള്ളവരായിരിക്കണം. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരിക്കണമെന്നല്ല ദൈവം തമ്പുരാനാ പറയുന്നത്. നമ്മുടെ ആത്മാവ് രാത്രിയും പകലും ഒരുപോലെ ഉണർന്നിരുന്ന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലിരിക്കുന്ന ഒരു ആത്മാവായിരിക്കണം. എന്നാൽ മാത്രമേ പിശാചിന് നമ്മളെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ, അല്ലെങ്കിൽ വീഴ്ത്തുവാൻ കഴിയാതെ, പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോകണമെങ്കിൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവരുമായി എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 4-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ തന്നെയായിരിക്കണം. ഹൃദയത്തിൻ്റെ ഗൂഢമനുഷ്യൻ എങ്ങനെയായിരിക്കണം? നമ്മൾ സൗമ്യതയുള്ളവരായിരിക്കണം, സാവധാനതയുള്ളവരായിരിക്കണം. കേൾക്കുന്നതിനെല്ലാം എടുത്തുചാടി മറുപടി പറയുകയും എടുത്തുചാടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിശാചിന് വേഗം വീഴ്ത്തുവാൻ കഴിയും എന്ന് ദൈവവചനം പറയുന്നു. അതുകൊണ്ട് അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ മനുഷ്യൻ എങ്ങനെയായിരിക്കണം? സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണം ധരിച്ചവനായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നാം കിരീടധാരികളാകുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നാം കർത്താവിനോടൊപ്പം വസിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷനാകുമ്പോൾ നാം ഓരോരുത്തരും അവനോട് കൂടെ എടുക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിത്യജീവനിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നാം സൗമ്യതയുള്ളവരും സാവധാനതയുള്ളവരുമായിരിക്കണം. എടുത്തിയാടി സംസാരിക്കുന്നവനെ പെട്ടെന്ന് പിശാച് കീഴടക്കും. എന്നാൽ പിശാച് നമ്മെ കീഴടക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നാം എങ്ങനെയായിരിക്കണം? നാം സൗമ്യതയുള്ളവരായിരിക്കണം, സാവധാനതയുള്ളവരായിരിക്കണം എന്ന് ദൈവം തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് കർത്തൃത്വം നടത്തുന്നവരാണെങ്കിൽ എങ്ങനെ? ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി കർത്തൃത്വം നടത്തണം എന്ന് ദൈവവചനം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ.